ഇതിന്റെ 4 ടീമുകളായി പോലീസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരിഞ്ഞ് അന്വേഷണം നടക്കുകയാണ്. ചില വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഈ കാർഡിന്റെ കാര്യത്തിൽ അവർ എടുത്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ഇനി നമുക്കൊരു നടപടി വേണ്ടേ? ഇങ്ങനെ കുറെ ആളുകൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കാൻ പറഞ്ഞാൽ അവരെടുക്കില്ല, നിർബന്ധിച്ചാലും അവരെടുക്കില്ല. നമുക്കിന്റെ ആ ഒരു ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട്. അവരെല്ലാവരെയും അതിൽ അംഗങ്ങളാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്, പല സ്ഥാപനങ്ങളിലും അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. അതിഥി തൊഴിലാളികൾക്ക് കാർഡുണ്ടെങ്കിൽ അവർ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. പക്ഷെ അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അവർ ഈ കൊണ്ടുവരുന്ന ഇടനിലക്കാരനുണ്ട്, കരാറുകാരൻ, അവർ പറയുന്നത് ഇവർ കേൾക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് ഇവർ കേൾക്കില്ല. അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്. ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുടുംബത്തിൽ കുട്ടികളും അമ്മയും തമ്മിൽ നടന്നിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ആ കുട്ടി പെട്ടെന്ന് വികാരം കൊണ്ടുകൊണ്ട് പോയതാണ്. പോലീസ് പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. ഉയർന്ന ഓഫീസേഴ്സ് എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു പരിമിതിയുള്ളത് ഈ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സഹായം കിട്ടുന്നുണ്ടോ? അതോ നമുക്ക് ഇനി ഉന്നതങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടി വരുമോ? അല്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിപ്രായം വന്നിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ IPS ഓഫീസേഴ്സ് തമിഴ്നാട് IPS ഓഫീസർമാർ ബന്ധപ്പെട്ട് വളരെ അവര് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരിതിനകത്ത് സജീവമായിട്ട് ഇടപെടുന്നതാണ് നമുക്ക് നോക്കാം.